ഹായ് ഡിയേഴ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന നീറ്റ് UG സ്റ്റുഡൻസിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഡേറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡേറ്റുകളൊക്കെ തന്നെ നീറ്റ് PG എക്സാമിനേഷൻ, അതുപോലെ തന്നെ ന്യൂ PG സെഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഡേറ്റുകൾ, അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ കുട്ടികളുടെ ക്ലാസ്സുകൾ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റും നാഷണൽ മെഡിക്കൽ കമ്മീഷണർ NMCയുടെ ഒഫീഷ്യൽ ന്യൂസ് ലെറ്ററിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതെന്താണെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് NMCയുടെ വെബ്സൈറ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ NMCയിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ന്യൂസ് ലെറ്റർ ആണ്. ദിസ് ഈസ് റിഗാർഡിംഗ് റീ ഓപ്പണിംഗ് ഓഫ് മെഡിക്കൽ കോളേജസ് ഇൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിലുള്ള റീ ഓപ്പണിംഗ് ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് കോളേജസ് മേ റീ ഓപ്പൺ ഓർ ബിഫോർ 1 ഡിസംബർ 2020 എന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിസംബറിന് മുന്നേ ആയിട്ട് തന്നെ മെഡിക്കൽ കോളേജുകൾ ഓപ്പൺ ചെയ്യാമെന്നാണ് NMCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. The current batch of interns have not completed their required clinical training. അതായത് ഇന്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. അവരുടെ ക്ലിനിക്കൽ ട്രെയിനിങ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ they would not be eligible for appearing for the PG NEET exam. അവർക്ക് അവരുടെ PG NEET എക്സാമിന് അവർ എലിജിബിൾ ആവില്ല. അവരുടെ ഫൈനൽ ഇയറിൻ്റെ ക്ലിനിക്കൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, രണ്ടാമത് ദ PG NEET എക്സാം ഫോർ അക്കാദമിക് ഇയർ 21-22 ഹാസ് ബീൻ ഡിലേഡ്. അതായത് അവരുടെ PG എക്സാം, അതായത് ഫോർത്ത് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ PG എക്സാം ഉണ്ടാകും. അതും ഡിലേഡ് ആണ്. ഇവരുടെ ക്ലിനിക്കൽ ട്രെയിനിങ് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ PG NEET എക്സാമും ഡിലേഡ് ആവും. അപ്പം the eligible candidates will completing their training late. അവരുടെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ട്രെയിനിങ് തന്നെ പൂർത്തിയാക്കുന്നത് കുറച്ചും കൂടി വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് PG NEET എക്സാമും ഡിലേ ആവുന്നത്. Their training required to be completed at the earliest. ഏറ്റവും വേഗത്തിൽ തന്നെ അവരുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുക. So that PG NEET exam for academic year can be held in accordingly. അപ്പോൾ അതിൻ്റെ ഒരു അക്കാദമിക് ഇയർ അവരുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് PG NEET എക്സാമിൻ്റെ അക്കാദമിക് ഇയർ ഹെൽഡ് ചെയ്യുന്നത് 2020-22 PG NEET എക്സാം ഉണ്ടാവുന്നത്. അതിൻ്റെ ഡേറ്റും ഏകദേശം ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ആ ഡേറ്റിലേക്കൊന്ന് കിടക്കാം. മൂന്നാമത് പറയുന്നത് ഡിലേ ഇൻ റെസ്യൂമിങ് ദി ട്രെയിനിങ്. എല്ലാം ഡിലേ ആവുന്നത് കൊണ്ട് തന്നെ അത് ഇഫക്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് അടുത്ത PG കോഴ്സുകളെയും സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളെയും തന്നെ അത് ഡിലേ ആക്കും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫസ്റ്റ് ഫോർത്ത് ഇയറിലെ സ്റ്റുഡൻസ് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ അവരുടെ PG കോഴ്സുകളും, അതുപോലെ തന്നെ PG സ്റ്റുഡൻസ് പുറത്തിറങ്ങില്ല അവരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളുടെയും എല്ലാം തന്നെ ഡിലേ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ NMC ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ ഉള്ള നിങ്ങളെ പോലെയുള്ള കുട്ടികൾ, അതായത് ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്യുന്ന ഫ്രഷ് MBBS സ്റ്റുഡൻസിൻ്റെ അവരുടെ 4 മാസമാണ് നഷ്ടപ്പെട്ടുള്ളത്. ഡിലേഡ് 4 months ആണ്. അതുകൊണ്ട് തന്നെ UG കൗൺസിലിംഗ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആയി അവരുടെ ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റുകളും വന്നിട്ടുണ്ട്. അതെന്താ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദ സ്റ്റുഡൻസ് ടുഡേ വുഡ് ബി ഡോക്ടേഴ്സ് ഓഫ് ടുമാറോ ആണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ എപ്പിഡമിക് മാനേജ്മെൻറ്റുകളൊക്കെ തന്നെ അവരുടെ കൈകളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. ഈ സിറ്റുവേഷനൊക്കെ അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ നോളേജും കൂടിയാണ് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിന് ലഭിക്കേണ്ടത് എന്നും കൂടി NMC സൂചിപ്പിക്കുന്നുണ്ട്.
But delaying of reopening of medical college has the potential of null year for academic year 21-22, which could result non-availability of about 80,000 doctors 5 year later. അതായത് നമ്മുടെ അക്കാദമിക് ഇയർ ഡിലേ ആയാൽ തന്നെ 5 വർഷത്തിനുള്ളിൽ തന്നെ 80,000 റീ ഓപ്പണിംഗ് ഡിലേ ആയാൽ, അതായത് നമ്മുടെ നൾ ഇയർ ആയി കഴിഞ്ഞാൽ നമുക്ക് 80,000 ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റിയാണ് കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ കോളേജുകൾ റീ ഓപ്പൺ ചെയ്യണമെന്നാണ് NMCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഡേറ്റുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. മെഡിക്കൽ കോളേജസ്, എല്ലാ മെഡിക്കൽ കോളേജുകളും, അതായത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ കുട്ടികൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ കോളേജ് റീ ഓപ്പൺ ഓൺ ഓർ ബിഫോർ 1 ഡിസംബർ എന്ന് പറയുന്നുണ്ട്. ഓൺ ഓർ ബിഫോർ, അതായത് ഡിസംബർ 1 മുമ്പെയോ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ റീ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ നീറ്റ് 2020 എഴുതി കൗൺസിലിംഗ് എടുത്ത് അഡ്മിഷൻ നേടിയ കുട്ടികളുടെ UG സ്റ്റുഡൻസ് കുട്ടികളുടെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഫെബ്രുവരി 2021 അപ്പോൾ കുട്ടികൾക്കും ഇതൊരു ആശ്വസിക്കാവുന്ന ഡേറ്റ് ആണ്. 1 ഫെബ്രുവരിയിലാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ PG സെക്ഷൻ ഫോർ അക്കാദമിക് ഇയർ ഷുഡ് ബിഗിൻ അറ്റ്ലീസ്റ്റ് 1 ജൂലൈയിലാണ് PG കോഴ്സുകൾ ആരംഭിക്കുന്നത്. 1 ജൂലൈയിലാണ്. സോ PG നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഏകദേശം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് ഏപ്രിൽ 2021 PG നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 3 ഡേറ്റുകളാണ് പ്രിയ വിദ്യാർത്ഥികളെ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് 1 ഫെബ്രുവരിയിലായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കുട്ടികളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഏകദേശം 1 ഡിസംബറോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ആയിരിക്കും. ഇത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ന്യൂസാണ്. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.